ശബരിമല വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇറങ്ങി 2018 മുതൽ ഇന്ന് വരെ ആത്മാർത്ഥമായി ഒരു പൊളിറ്റിക്സ് ഒന്നും നോക്കാണ്ട് സംരക്ഷിക്കുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA. ഇന്നും ഞാൻ പറയുന്നു, ഇത് ശരിക്കും അവർ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിന് മുമ്പിൽ BJP നടത്തിയ പ്രോഗ്രാമിൽ ഞങ്ങൾ പറഞ്ഞതാണ്, 3000 കൂടുതൽ കേസുകളുണ്ട്, അത് പിൻവലിക്കുക. പിന്നെ ശബരിമലയിൽ പോയിട്ട് മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടിന്റെ നേതാമാരെല്ലാം പോയി മാപ്പ് ചോദിക്കുക. ഇതല്ല ചെയ്യേണ്ടത്. ഇതല്ലാണ്ട് ഓരോരോ തന്ത്രങ്ങളും ഓരോരോ സ്റ്റണ്ട് ചെയ്ത് ജനങ്ങൾ വിഡ്ഢിയാക്കുന്ന ഈ രാഷ്ട്രീയം നിർത്തണം എന്നാണ് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. NDA ക്യാമ്പിന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയല്ല, ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ വിവാദ രാഷ്ട്രീയമെല്ലാം വിട്ട് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്ന്. ജനങ്ങൾ ആവശ്യം ഈ 70 കൊല്ലം ഒന്നും നടക്കാണ്ട് ഇന്ന് എത്ര കൂടുതൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതെല്ലാം മാറ്റണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ എത്ര മാസം മുമ്പ് പറയാൻ തുടങ്ങിയതല്ലേ, ഈ മാറ്റം കൊണ്ടുവരണം, മാറ്റം തുടങ്ങാം. അപ്പം ഞാൻ കാണുന്നത് ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാനാണെങ്കിൽ, എനിക്കറിയില്ല കേട്ടോ, ആണെങ്കിൽ ഒരു നാടിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു ആദ്യത്തെ ദിവസമായിട്ട് നമ്മൾ കാണണം, ഒരു ബിഗിനിങ് ഓഫ് ചേഞ്ച്. അപ്പോൾ മാറ്റം തുടങ്ങാം, മാറ്റം മതിയായി. ഈ CPM, LDF, കോൺഗ്രസ്, UDFന്റെ രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം മതിയായി. ഇനിയിപ്പോൾ വികസന രാഷ്ട്രീയം നമുക്ക് തുടങ്ങാം. അത് വരും, ഇലക്ഷൻ നടക്കുന്ന മുമ്പ് വരും. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ലല്ലോ അങ്ങനെ പിന്തുണ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാണെങ്കിൽ പിന്തുണ എന്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്റെ സ്ഥാനത്ത് 100% ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളിൽ സംസാരിക്കുകയാണ്. മാറാം രാഷ്ട്രീയം എന്നൊക്കെയുള്ള പുതിയ മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുകയാണ്. കുറെ നാളെ അദ്ദേഹം അത് പറയുന്നുണ്ട്. LDF ഉം UDF മാറണം, ഇക്കുറി മാറ്റം ഉണ്ടാവണമെന്നൊക്കെയാണ് അവരും ഈ പറയുന്ന NDA ക്യാമ്പിലും. ഈ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം ഓക്കെ ആണെങ്കിലും അവർക്കും ഈ തൃപ്പൂണിത്തുറ പോലെയുള്ള സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ 2020 ആവശ്യപ്പെട്ടു, അവിടെ സാബു ജേക്കബ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം അഖിൽമാരാരുടെ പേര് കേൾക്കുന്നു. അങ്ങനെ കുറേയധികം കൺഫ്യൂഷൻ അവർക്കിടയിലും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ആ കൺഫ്യൂഷനൊക്കെ പരിഹരിച്ച് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നതാണ് മുന്നണികളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.